കെ.എം. മാണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമോ? ഉമ്മൻചാണ്ടി സമ്മതിച്ചാൽ പോലും രമേശ് ചെന്നിത്തല അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആഭ്യന്തരമന്ത്രി കുപ്പായം ജനകീയ വേഷമാക്കി മാറ്റുന്ന തിരക്കിലാണല്ലോ അദ്ദേഹം. ഒരു ഇടവേളയ്ക്ക് ശേഷം PC ജോർജ് മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ചെന്നിത്തല സമ്മതിച്ചാലും ഇല്ലെങ്കിലും സ്വപ്നത്തിന്റെ ഒരു കുട മാണി സാറിന് ചൂടിക്കൊടുക്കുകയാണ് ചീഫ് വിപ്പ്. ഈ UDF ഭരണത്തിലാണ് മാണി സാറിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് 1982 മുതൽ UDF 82, അപ്പം 18, 10, 28, 3, 31 കൊല്ലമായി അല്ലേ? 31ആയി. അപ്പൊ ഒരു മുന്നണിയിൽ ഒരു പാർട്ടിക്കാർ മാത്രം മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നാൽ മതി. വളരെ സീനിയറായ കെ.എം. മാണി സാർ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണം എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നിയാൽ അത് കോൺഗ്രസിന് നന്മയാണെന്നാണ് എന്റെ ചിന്ത. അത് പറയുമ്പോൾ അർത്ഥം വളരെ വലുതാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇങ്ങനത്തെ കുട കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇത് വാങ്ങി ഈ കുടയുടെ കീഴിൽ നിൽക്കാൻ കഴിയട്ടെ. കോൺഗ്രസ്സുകാരൻ തന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കണം നിർബന്ധം പിടിക്കണ്ടായിരുന്നു. ഒരു മുന്നണിയാകുമ്പോൾ അങ്ങോട്ടും ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി, അങ്ങോട്ട് മാത്രം മതി. അപ്പൊ മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു 2 കൊല്ലം ആവട്ടെ എന്ന് തീരുമാനിച്ച എന്നെ കുഴപ്പം. ഒരു കുഴപ്പമില്ല. അത് തീരുമാനിക്കുന്ന കോൺഗ്രസിന് നന്മയാണെന്നാണ് എളിയ എന്റെ അഭിപ്രായം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. സാർ, അത് തിയറിറ്റിക്കലാ, അത് മനസ്സിലാക്കണ്ടേ? തിയറിറ്റിക്കലായ ഒരു കാര്യം അത് പ്രാക്ടിക്കലാണെന്ന് ഞാൻ പറഞ്ഞോ? നടക്കത്തില്ലെന്ന് പറയണ്ട, നടക്കത്തില്ലെന്ന് പറയണ്ട. ഇപ്പൊ ഞങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് വഴക്കുണ്ടാക്കണം. ഒരു വഴക്കുണ്ടാക്കണ്ട. അത് തിയറിറ്റിക്കലാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, തിയറിറ്റിക്കലാണ്. അത് പ്രാക്ടിക്കലാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ആർക്കെങ്കിലും പ്രാക്ടിക്കലാക്കണം നാട്ടിലൂടെ നടത്തിക്കോ. അതായത് ഇപ്പോ വേറെ ഉമ്മൻചാണ്ടി പറയുകയാണ്, ഞാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആകാൻ പോവുകയാണ്. ഒരു സംശയമില്ല, വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി ഉമ്മൻചാണ്ടി വെക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് മാണി സാറിന് ഒരു അവസരം കൊടുത്തു കൂടാ? എന്റെ ചോദ്യമാണ്. മനസ്സിലായി? എന്തുകൊണ്ട്? അത് രമേശ് ചെന്നിത്തലയ്ക്ക് അത്ര ഇഷ്ടം വരുന്നില്ല. എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇപ്പൊ അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ടെന്നാണ് സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ കുട കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇത് വാങ്ങി ഈ കുടയുടെ കീഴിൽ നിൽക്കാൻ കഴിയട്ടെ. മുഖ്യമന്ത്രി സ്വപ്നം സഫലമാകില്ല എന്ന് തിരുവഞ്ചൂർ പറയുമെങ്കിലും അത് നടപ്പാക്കിയേ അടങ്ങൂ എന്ന പിടിവാശിയിലാണ് PC ജോർജ്. അതിനായി വേണ്ടി വന്നാൽ CPIM-മായി പോലും കൂട്ടുകൂടുമത്രേ. മാണി കോൺഗ്രസ് ആരുടെ കൂടെ കൂടുന്നുവോ ആ പാർട്ടി മാത്രമേ നാട്ടിൽ നിലനിൽക്കൂ എന്ന സിദ്ധാന്തവും ചീഫ് വിപ്പിന്റെ കയ്യിലുണ്ട്. 140 MLA-മാരുള്ള ഈ കേരള നിയമസഭയിൽ 39 പേരാ കോൺഗ്രസ് ഉള്ളത്. അതാണ് ഇവര് മുഴുത്തതെന്ന് പറയും. എങ്ങനെ മുഴുത്തതാവും? ബാക്കി 101 എണ്ണവും കോൺഗ്രസ് അല്ല. മനസ്സിലാക്കാം. 39 എണ്ണമുള്ള കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവര് വലുതാണ് അവര് പറയും. മുസ്ലിം ലീഗ് 20, കേരള കോൺഗ്രസ് 9. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഭരണം നടക്കുന്നത്. ഈ 75 ആകെ ഉള്ളത്. ഇപ്പോ ചാക്കിട്ട് പിടിച്ച് എന്നിട്ട് 75 ഒപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കൂടെ നിങ്ങൾ ചെറുപ്പക്കാരല്ലേ പറയുന്നു. PC ജോർജ് 14-ാം തീയതി 14-ാം വർഷം, ഇത് 14-ാം
14 തീയതി ജൂൺ മാസത്തിൽ PC ജോർജ് ഇവിടെ വെച്ച് പറഞ്ഞിരിക്കുന്നു, ഒരു സംശയം വേണ്ട, കേരള കോൺഗ്രസിനൊപ്പം 2 കൊല്ലം നിന്ന് ഈ സംസ്ഥാനം ഭരിച്ചാൽ ഒരു സംശയം വേണ്ട, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുകയില്ല കേരളത്തിൽ. എഴുതിയിട്ടോളൂ, ഞാൻ പറഞ്ഞു. അതല്ല, കേരള കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരുത്തിയാൽ 2 കൊല്ലം കഴിയുമ്പോൾ, 2 കൊല്ലം വേണ്ട, 1 കൊല്ലം കഴിയുമ്പോൾ കോൺഗ്രസ് കേരളത്തിൽ കാണുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 കൊല്ലം കൊണ്ടേ പോകുള്ളൂ, കോൺഗ്രസ് 1 കൊല്ലം കൊണ്ടേ പോകും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേടറാണ് ഉള്ളത്, കോൺഗ്രസിന് അതില്ലല്ലോ. കോൺഗ്രസിനുള്ളത് വാളെടുക്കുന്ന വെളിച്ചപ്പാടെന്നാണ്. കേന്ദ്രം ഇല്ലാത്ത ഇപ്പൊ തന്നെ പോക്കായിട്ട് നിൽക്കുക. അപ്പൊ പിന്നെ സംസ്ഥാനം കൂടെ ഇല്ലെങ്കിൽ ഇത് അന്നേരം കോൺഗ്രസ് 1 കൊല്ലം പോലും നിൽക്കില്ല. കാണാൻ പ്രത്യേകിച്ച് സ്വപ്നമൊന്നും ഇല്ലാത്തപ്പോൾ മാണി സാർ ഉറങ്ങി എഴുന്നേറ്റ് PC-യോട് പറയും മറ്റേ കാര്യം അങ്ങ് അടിച്ചു വിട്ടോളാൻ. അങ്ങനെയാണത്രേ കേരള രാഷ്ട്രീയത്തിൽ ഈ മുഖ്യമന്ത്രി വിവാദം ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരുന്നത്. ഇനിയൊരു ഇടവേളയാണ്, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയെ തെറി വിളിക്കൽ. ഈ നായിന്റെ മോൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെ നായിന്റെ മോൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാ